Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് നിങ്ങൾ മെയിൻ ആയിട്ട് കേൾക്കേണ്ടത്? Let's see what you need to hear right now. Alright, നിങ്ങൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള മേജർ പ്രിപ്പറേഷൻ നിങ്ങളുടെ ഇന്നർ സെൽഫിൽ നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചില ക്ലാരിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ ഹൈലി കണക്ട് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ വിഷൻ, നിങ്ങളുടെ ഡിസയർ. ഓൾറൈറ്റ്, ഈ ഒരു സമയം നിങ്ങൾ മിക്ക ആളുകളും നിങ്ങളുടെ എന്തെങ്കിലും സെൽഫ് ഗ്രോത്തിലൂടെ നിങ്ങൾ പോകുന്ന ഒരു ടൈം ആയിരിക്കാം. ഓക്കെ, ഒരു ചില ആളുകൾ നിങ്ങളുടെ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് യുവർ സോൾ. ഓക്കെ, സോ ഒരു ഷട്ട് ഡൗൺ ടൈം. ഓൾറൈറ്റ്, സോ നിങ്ങൾ നിങ്ങളുടെ സോൾ കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ സെൽഫിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്ന ലൈഫ് എക്സ്പീരിയൻസിലൂടെ ആയിരിക്കാം ഈ ഒരു സമയം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചിലത് നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിരിക്കാം, ചില ആളുകൾ നിങ്ങൾ ഓൾറെഡി ആ ഒരു ബ്ലാങ്ക് സിറ്റുവേഷന്, ആ ഒരു എംപ്റ്റി സിറ്റുവേഷന് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഒരു ടൈം വരെ നിങ്ങൾക്ക് ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾ ഒരു ടൈമിൽ വളരെ ഹൈലി കണക്റ്റഡ് ആയിട്ട് മേ ബി കുറച്ച് സമയമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡിസ്കണക്ഷൻ തോന്നിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് അഗെയിൻ അങ്ങനത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിന്റെ പല ഏരിയാസിൽ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. റിലേഷൻഷിപ്പിലും നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ പേർപ്പസ്, മെയിൻ ആയിട്ട് നിങ്ങളുടെ പേർപ്പസ് ആൻഡ് റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ഒരു ടൈമിൽ നിങ്ങൾക്ക് അങ്ങനെ ഡിസ്കണക്ട് ആയിട്ട് തോന്നിയിട്ടുള്ള പല സിറ്റുവേഷനും ആളുകളായിട്ട് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്കാണ് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങൾ ആ ഒരു പ്രോസസ്സിലൂടെ പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു ഈ ഒരു മൊമെന്റിലായിരിക്കും നിങ്ങൾ അങ്ങനത്തെ ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളിലേക്ക് ഉൾവെളിഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ലേൺ ചെയ്യുന്നുണ്ട്, ലെസൺസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ചില കാര്യത്തിന്റെ ഫിസിക്കൽ പ്രസൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചില ആളുകളുടെ ഫിസിക്കൽ പ്രസൻസ് നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരിക്കണം, ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചില ആളുകളായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്ത ആളുകളെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കാം, ഒരു എംപ്റ്റി ആയിട്ടുള്ള ഫീലിങ്സ്, ഒരു ഫ്രസ്ട്രേഷൻ. ഓക്കെ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചില കാര്യങ്ങൾ കണക്ട് ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഓർ ചില കാര്യങ്ങൾ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ എന്തൊരു കാര്യം നിങ്ങൾ എന്തൊരു ഗട്ട് ഫീലിങ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു ഫോഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ചില ആളുകളുടെ പ്രസൻസ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ചില ആളുകളുടെ ഫിസിക്കൽ പ്രസൻസ് നിങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. സോ നിങ്ങൾ കുറച്ചുകൂടെ അവെയർ ആക്കുക നിങ്ങളുടെ സിറ്റുവേഷൻ. മേ ബി ചില പ്ലേസിൽ ചില ആളുകളുടെ അടുത്ത് നിന്നൊക്കെ നിങ്ങൾ ഒരു സേഫ് ബൗണ്ടറി വെക്കേണ്ട ഒരു ടൈമാണ്. ഓൾറൈറ്റ്, ഓർ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ ചില ആളുകളുടെ അടുത്ത് നിങ്ങൾക്ക് ആ ഒരു ഡിസ്കണക്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷന് നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യാണ്. സോ ലൈക്ക് ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ. ഓക്കെ, നമ്മുടെ ഒരു ഗട്ട് ഫീലിങ്സ് നമുക്ക് ഒരുപാട് സൈൻ തരും. ചില ആളുകളുടെ എൻട്രി ഒക്കെ നമുക്ക് അവർ വരുന്നതിന് മുൻപ് തന്നെ നമുക്കത് സെൻസ് ചെയ്യാനും കണക്ട് ചെയ്യാനും സാധിക്കും. അതായിരിക്കാം നിങ്ങൾക്ക് ഒരു പക്ഷേ ചില വ്യക്തികളുടെ ഒരു ഒരുപാട് തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പതിവിലും കൂടുതൽ ഒരാളുടെ തോട്ട്സ് നിങ്ങൾ ഒരുപാട് ഹോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ഓർ നിങ്ങൾ ഒരുപാട് സ്പിരിച്വലി കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ചില ആളുകൾ നിങ്ങൾ സ്പിരിച്വലി സെൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നത് നിങ്ങൾ കുറച്ചുകൂടെ ആളുകളെയൊക്കെ തിരിച്ചറിയുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ചില ആളുകളുടെ കൂടെ നിൽക്കാനും സാധിക്കാത്തത്. ഓൾറൈറ്റ്, ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതുപോലത്തെ ചേഞ്ചസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, what you need to hear right now. ഓക്കെ, സോ നിങ്ങൾക്ക് ഇറ്റ്സ് ലൈക്ക് സഡൻ ആയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മേ ബി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ ആൻഡ് ഓൾ ഓഫ് സഡൻ മേ ബി നിങ്ങൾ അതിനെ വേണ്ടി ചിന്തിക്കുന്നുണ്ടാവില്ല.
വലിയ സീരിയസ് ആക്കി എടുത്തിട്ടുള്ള കാര്യമായിരിക്കാം, ഇമ്പോസിബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ ചില കാര്യത്തിന്റെ ഒരു ഡോർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ വലിയ പ്രഷർ ആയിട്ട്, നിങ്ങൾ വലിയ സ്ട്രഗിൾ ആയിട്ട് എടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് ആ ഒരു മൊമെന്റിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ചില കാര്യങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിൽ ആഗ്രഹിക്കാന്ന് വിചാരിക്കും, ഒരു കാർ ആയിരിക്കാം, വീടായിരിക്കാം. പക്ഷെ ഇതൊന്നും ഈ ഒരു സമയം നിങ്ങൾ പോസിബിൾ ആയിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, ബട്ട് വെരി സൂൺ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ അത്ര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചുള്ള ഒരു കാര്യം ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ അല്ലെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ലൈഫ് മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അതിന്റെയൊക്കെ ഒരു സൈൻ ആണ് മേ ബി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചില ഡിസ്ട്രാക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് മൈൻഡ് കണക്ട് ചെയ്യാനേ പറ്റുന്നുണ്ടാവില്ല, നിങ്ങളുടെ മൈൻഡ് ഒരുപാട് ഡിസ്റ്റർബ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു സൈൻ ആണ്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ ഒരുപാട് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ഇത് ഒരുപാട് എന്നെ ഹോണ്ട് ചെയ്യുന്നത്, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ആ ഒരു പ്രോസസ് അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങൾ ലൈഫ് കുറച്ചുകൂടെ ഒരു ഗെയിം അല്ലെങ്കിൽ ഈസി ആയിട്ട് എടുക്കുന്ന ഒരു ടൈമാണ്. കാരണം സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വേണ്ടി തിരിയുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ടേൺ ടേബിൾ നിങ്ങൾക്ക് വേണ്ടി തിരിയുന്നത് പോലെ. ഓക്കെ, നിങ്ങളുടെ ടൈം ആവാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ സെർവ് ആവുന്ന ഒരു ടൈമാണ്. ഓൾറൈറ്റ്, സോ ചില കാര്യം നിങ്ങൾക്ക് എന്താണോ ഒരു ലാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് അതിന്റെ ഒരു പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് ആക്ച്വലി ഉണ്ടാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് മിസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതാണ് ചിലത് നിങ്ങൾ വലിയ ഇമ്പോസിബിൾ ആയിട്ട് കാണും, പക്ഷെ അത് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ അതിന്റെ ഒരു പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾക്ക് സ്നേഹമായിരിക്കാം. ഓക്കെ, ചില ആളുകൾക്ക് ചില ആളുകളായിട്ടുള്ള കണക്ഷൻ ആയിരിക്കാം, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓൾറൈറ്റ്, what you need to hear right now. ഓക്കെ, ഇതുപോലത്തെ കാര്യങ്ങൾ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. കാരണം ചില ആളുകൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഡാർക്ക് നൈറ്റിലൂടെയാണ് പോകുന്നത്. സോ നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഇരുട്ടിലൂടെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത് ഒന്നിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വളരെ റീസെന്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ബട്ട് അതിനൊക്കെ ഒരു ലൈക്ക് ആ ഒരു ക്ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്, ഒരു ചേഞ്ചിലേക്കൊക്കെ കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, മനസ്സിലാക്കുക, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചില ഡിസ്റ്റർബൻസ് പാർട്ട് ഓഫ് ദി ഗെയിം. ഓക്കെ, സോ ഒരുപാട് സീരിയസ് ആക്കി എടുക്കാതിരിക്കുക, മനസ്സിലാക്കുക, ആളുകളെ മനസ്സിലാക്കുക, സിറ്റുവേഷൻസ് മനസ്സിലാക്കുക, അഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് ഒന്ന് അവെയർ ആയിട്ടിരിക്കുക. കാരണം നിങ്ങളുടെ ജേർണി ഡിഫറെന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പല ഉപദേശങ്ങൾ കിട്ടാം, അഭിപ്രായങ്ങൾ കിട്ടാം, ആളുകൾ ഒരുപാട് ഇൻവോൾവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ള ആളുകൾക്ക് എഗെയിൻസ്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. കാരണം ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങളുടെ ലൈഫിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഡിസപ്പിയർ ആവേണ്ടതായിട്ടുണ്ട്, ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഡിസപ്പിയർ ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം ചില പ്ലേസിൽ നിങ്ങളുടെ ഇമോഷൻസ് വർക്ക് ആവില്ല എന്നുള്ളത്. ഓക്കെ, ഓർ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് ഒരുപാട് ഇമോഷണലി എടുക്കുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ഇമോഷണലി സ്ട്രഗിൾ ചെയ്യുന്നത്, നിങ്ങൾ ആ ഒരു ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ സ്ട്രഗിൾ ചെയ്യുന്നത്, ആൻഡ് അതിന്റെ ഒരു ബെസ്റ്റ് വേർഷൻ അല്ലെങ്കിൽ അത് ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യമായിരിക്കാം. മേ ബി നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം. അത് മെയിൻ ആയിട്ട് ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ഇനി ഇല്ല, ഇമ്പോസിബിൾ, ഇനി സംഭവിക്കില്ല, അല്ലെങ്കിൽ ഇനി ചില കാര്യങ്ങൾ തിരുത്താൻ പറ്റില്ല, ഇനി ചില കാര്യങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡ്സിൽ അതിന്റെ ഒരു ചേഞ്ച്, അതിന്റെ ഒരു പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ചില ആളുകൾക്ക് ജോബാണ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ വെരി സൂൺ സഡൻലി നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. ഇറ്റ്സ് ലൈക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ഒരു പെരുമഴയൊക്കെ പെയ്തിട്ടുള്ള പോലെ ആയിരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്താണ് ഒരു ലാക്ക് ആയിട്ട് തോന്നുന്നത്, അതിന്റെ ഒരു പെരുമഴ പെയ്യുന്ന ഒരു സിറ്റുവേഷൻസ്. ഓക്കെ, ഒരു ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സമയം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. ഓക്കെ, അത് ക്വിക്കായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓൾറൈറ്റ്,
ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ് വട്ട് യു നീഡ് ടു ഹിയർ. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. ചിന്തിക്കുന്നുണ്ട്, ചില ആളുകൾ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അതിന്റെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള രൂപത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില വ്യക്തികളായിരിക്കാം, ചില ആളുകളുടെ റിട്ടേൺസ് ആയിരിക്കാം, ചില ആളുകളായിട്ട് നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുന്നതായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിയായിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസങ്ങളോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ കുറച്ചു കാലമായിട്ട് ഹോണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇനി അത് തിരുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ഇനി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള സിറ്റുവേഷനിൽ ഓൾ ഓഫ് സഡൻ മേ ബി നിങ്ങളൊന്ന് കാണുന്ന സമയത്ത് ഈ ഒരു പ്രോബ്ലം നിങ്ങളുടെ തലയിൽ ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല. അത് ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ, ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാണാം. ഓക്കെ, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, ചില ആളുകള് നിങ്ങള് വലിയ സ്ട്രഗിൾ ആണ് എടുക്കാൻ, എനിക്ക് ഈ ഒരു തീരുമാനം എടുക്കാൻ വലിയൊരു സ്ട്രഗിൾ ആണ് തോന്നിയിട്ടുള്ള ഒരു കാര്യം പെട്ടെന്ന് നിങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുന്നതാണ്. കാരണം ഓൾ ഓഫ് സഡൻ നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവാണ്. സോ നിങ്ങൾക്ക് തോന്നാണ് ചില ആളുകളായിട്ട് നിങ്ങൾക്ക് സെറ്റ് ആവാൻ സാധിക്കില്ല. അത് നിങ്ങൾക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ ആ ഒരു കൺഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ആളുകളുടെ അഭിപ്രായം എടുക്കാതിരിക്കുക. കാരണം നിങ്ങളാണ് അനുഭവിച്ചിട്ടുള്ളത്, നിങ്ങളാണ് കൂടുതൽ അത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾക്കത് ഈസി ആയിട്ട്, എത്ര വർഷമായിട്ട് എടുക്കാൻ പറ്റാത്ത ഡിസിഷൻ ഒക്കെ നിങ്ങൾ സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾ എടുക്കും. ഓക്കെ, ചില പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾ മാറി നിൽക്കും. ഓൾറൈറ്റ്, അതുപോലെ ചില പ്രോബ്ലംസ് ഡിസോൾവ് ആവുന്നുണ്ട്. ഓക്കെ, സോ ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഒരേപോലെ അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്, വിച്ച് മീൻസ് ലൈക്ക് നിങ്ങൾ പ്രിപ്പയർഡ് ആവുന്നത് പോലെ നിങ്ങളുടെ ഒരു ആഗ്രഹവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്നല്ല, ലൈക്ക് ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സൗണ്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ചില വ്യക്തികളുമായിട്ട് നിങ്ങൾ കോൺവെർസേഷൻ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ മേ ബി നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടുന്ന് പിന്നീട് ഒരു നോ റെസ്പോൺസ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ സൗണ്ട് ഉണ്ടാവുന്നുണ്ട്, റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ട്, റെസ്പോൺസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സംസാരം ഉണ്ടാവുന്നുണ്ട്. ഒരു സ്റ്റക്ക് ആയിട്ടുള്ള കോൺവെർസേഷൻ സിറ്റുവേഷൻ ഒക്കെ വീണ്ടും കോൺവെർസേഷനിലേക്ക് വരുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ആക്ഷൻ എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട്, നിങ്ങൾക്ക് തന്നെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ആ ഒരു കഴിവ് ഉണ്ടാവണം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ്.